ചന്ദ്രിക ദിനപത്രം 2025 നവംബർ 12 ബുധൻ. ഡോക്ടർ അലി ജാഫർ മുണ്ടേരി എഴുതുന്നു: സ്മാരകങ്ങൾ പൊളിക്കാം, സ്മരണകൾ തകർക്കാനാവില്ല. ഒന്നിനെ മറക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം അതിനെ ഓർമ്മിക്കാനുള്ള അടയാളങ്ങളെ അവസാനിപ്പിക്കുക എന്നതാണെന്ന് എവിടെയോ വായിച്ചതിൻ്റെ പ്രാവർത്തിക പകർപ്പുകളാണ് ഇന്ത്യയിൽ ഇന്ന് മുടക്കമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഇന്നലകളുടെ ഓർമ്മകളെ സമ്പന്നമാക്കുന്ന സ്മാരകങ്ങളുടെ പേര് മാറ്റുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്രതയില്ലാത്ത വർഗീയ കാഴ്ചപ്പാട് ദിനംപ്രതി വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പാരമ്പര്യം പേറുന്ന പേരുകളെയും ഇന്ത്യയോളം പഴക്കമുള്ള സ്ഥലസ്ഥാപന നാമങ്ങളെയും അടക്കം തുടച്ചു നീക്കാൻ കുതന്ത്രങ്ങൾ ഒരുക്കുന്നു ഭരണകൂടം. ഇന്ത്യക്ക് ആകാരവും അഭിമാനവും ഭരണത്തിലൂടെ നൽകി കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളടക്കം നൽകിയ മുഗൾ ഭരണകൂടത്തിൻ്റെ വിപ്ലവകരമായ അടയാളപ്പെടുത്തലുകളെ എല്ലാ നിലക്കും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഏറെക്കുറെ വിജയം കണ്ടുകൊണ്ടിരിക്കുന്നു. ചാരിത്രം നഷ്ടപ്പെട്ട പുതിയ ചരിത്രങ്ങളെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുതുതായുണ്ടാക്കി വർത്തമാനകാല വിദ്യാർത്ഥി തലമുറയ്ക്ക് മുന്നിൽ കളവിൻ്റെ ചരിത്രത്തെ കളങ്കത്തോടെ അവതരിപ്പിക്കുകയാണ് കേന്ദ്ര ഭരണകൂടം. ന്യൂനപക്ഷ ആരാധനാലയങ്ങളെ സാങ്കേതികത പറഞ്ഞ് തകർക്കുന്ന പ്രവണത വർദ്ധിക്കുന്നു. മദ്രസകളെ മഹാദുരന്തങ്ങളായി ഗണിക്കുന്നു. ന്യൂനപക്ഷ ബന്ധമുള്ള ചരിത്ര സ്ഥാപനങ്ങളെ അടക്കം പരിരക്ഷിക്കാൻ ശ്രമിക്കാതെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കാനുള്ള അവഗണിക്കുന്ന പ്രവണതയും അധികരിക്കുന്നു. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഏറെയുള്ള പ്രദേശങ്ങളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയും കൂടി വരുന്നു. ചെറിയ കാരണങ്ങളുടെ പേരിലടക്കം ന്യൂനപക്ഷ ദലിത് പിന്നോക്ക വിഭാഗങ്ങളെ ശിക്ഷിക്കുകയോ തുറങ്കിലടക്കുകയോ ചെയ്യുന്ന സംഭവങ്ങൾ വലിയ അളവിൽ വർദ്ധിക്കുകയും ചെയ്യുന്നു. പേര് നോക്കി പോരുമുറുക്കുന്ന അവസ്ഥ ന്യൂനപക്ഷ ഭാഷകളോടും വെറുപ്പ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ അടക്കം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അറബി പോലെയുള്ള ഭാഷകളെ. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾക്കെതിരെയും നീക്കങ്ങൾ നടക്കുന്നു. ന്യൂനപക്ഷ വേഷങ്ങളോട് പോലും പല നിലയിലുമുള്ള നീരസങ്ങൾ നിരന്തരം കാട്ടിക്കൊണ്ടിരിക്കുന്നു. മാംസത്തെ മനുഷ്യനേക്കാൾ മഹത്വരമായി കാണുന്നതുകൊണ്ട് മാംസം സൂക്ഷിച്ചതിൻ്റെ പേരിൽ മനുഷ്യരെ നിഷ്കരണം നിർബാധം കൊന്നുകൊണ്ടിരിക്കുന്നു. ഈ ഉത്ബുദ്ധ കാലത്തും എല്ലാ അർത്ഥത്തിലും ആശയത്തിലും ന്യൂനപക്ഷബന്ധിത സ്മാരകങ്ങളെയും സ്മരണകളെയും ഇല്ലാതാക്കാൻ നോക്കുന്ന ഭരണകൂടത്തിൻ്റെ കുബുദ്ധികളെയും കുൽസിത ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒറ്റക്കെട്ടായ ശ്രമങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകളും സംഘടനകളും ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലവും ഏറെ വൈകിയിരിക്കുന്നു എന്നതിൽ സംശയമില്ല. സ്മാരകങ്ങളെ നിങ്ങൾക്ക് പൊളിക്കാമെങ്കിലും സ്മരണകളെ നിങ്ങൾക്ക് തകർക്കാനാവില്ല എന്ന് പറഞ്ഞും പ്രവർത്തിച്ചും തെളിയിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ഇരുമ്പുഴി. ശബ്ദം KVA അസീസ് ചുങ്കത്തറ.